നിറങ്ങൾ ചാലിച്ച് കഥ പറഞ്ഞവർ, ഒഴിഞ്ഞുകിടക്കുന്നിടത്തെല്ലാം ചായക്കൂട്ടുകൾ കൊണ്ട് കവിത രചിച്ചവർ, വർണ്ണപ്പകിട്ടിൻ്റെ പിന്നാമ്പുറങ്ങളിലെ ജീവിത പരിസരങ്ങൾ ഇത്രയ്ക്കഴകേറിയതാവില്ല. അതിജീവനത്തിൻ്റെ കാലടികളിൽ ഇടറി വീണവരാണേറെയും. എന്നാൽ ജേക്കബ് എന്ന കലാകാരനെ ചതുപ്പിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഒരു രക്ഷകൻ പിറന്നിരുന്നു. അനുഭവങ്ങളുടെ ചെപ്പ് തുറക്കുകയാണ് ഈ അനുഗ്രഹീത കലാകാരൻ. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് കലയോട് തീവ്രമായ ആഗ്രഹമായിരുന്നു. അതിന് പ്രകാരം SLC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കൊച്ചിൻ സ്കൂൾ ഓഫ് ആർട്സിൽ, എറണാകുളത്തുള്ള കൊച്ചിൻ സ്കൂൾ ഓഫ് ആർട്സിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടി. 60ഓളം പേരുണ്ടായിരുന്നു. എങ്കിലും അവിടെ 9 പേർക്ക് അഡ്മിഷൻ കൂട്ടിയിട്ടതിൽ എൻ്റെ പേരുണ്ടായിരുന്നു. അവിടെ ഞാൻ ആർട്സ് കോളേജിൽ വിദ്യാഭ്യാസം ആരംഭിച്ചു. എന്നാൽ വളരെ നിരാശാജനകമായിരുന്നു. കാരണം ഒത്തിരിയേറെ സാമ്പത്തികം ആവശ്യമായിരുന്നു. എൻ്റെ ആ കാലഘട്ടത്തിലെ സാമ്പത്തിക ഞെരുക്കം മൂലം എനിക്ക് ആ വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ തുടങ്ങുവാൻ സാധ്യമല്ലായിരുന്നു. എങ്കിലും ഞാൻ വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോയി. 1 വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ എക്സാമിന് ഇരിക്കുക. അതായത് ഫ്രീ ഹാൻഡ് ഔട്ട്ലൈൻ മോഡൽ ഡ്രോയിങ് എന്ന് പറയും. ഞാൻ സ്കൂളിൽ ചേർന്നതിന് ശേഷം ഫസ്റ്റ് ബാച്ചിൻ്റെ എക്സാം നടക്കുന്ന സമയത്ത് സാറിനോട് ആവശ്യപ്പെടാതെ തന്നെ ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് ചലാനടച്ച് പരീക്ഷയ്ക്കിരുന്നു. അത് അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാനത് സെക്കൻഡ് റാങ്കിൽ പാസ്സായി. അതിന് പ്രകാരം ഞാൻ വളരെ ഫാസ്റ്റായിട്ട് മുൻപോട്ട് പോയി. എന്നാൽ ഒരു ഹയറിന് പോകാനോ അല്ലെങ്കിൽ ഡിപ്ലോമ എടുക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷി അന്ന് എനിക്കുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഞാൻ പിന്നീട് ജോലിക്ക് പോയിക്കൊണ്ട് തന്നെ ആ സ്കൂൾ വിദ്യാഭ്യാസം തുടർന്നു. പിന്നീട് ആ ജോലിയിൽ താല്പര്യം കാണിച്ചു. കാരണം അവിടെ ഈ സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ള അവസ്ഥയായിരുന്നു. എൻ്റെ തീവ്രത അനുസരിച്ച് ആ സ്കൂളുമായിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ പ്രൈവറ്റായിട്ട് തന്നെ എഴുതാൻ തീരുമാനിച്ചു. KGC എഴുതുന്നതിന് പകരം KGT എഴുതിക്കൊണ്ട് ഞാൻ മുമ്പോട്ട് പോയി. അതിന് പ്രകാരം ഞാൻ പിന്നീട് ഒരു കമേഴ്ഷ്യൽ സ്ഥാപനത്തിൽ ജോലിക്ക് ചേർന്നു. അവിടെ ഏകദേശം ഒരു 15 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. നല്ല ഒരു കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റായിട്ട് ഞാൻ മാറി. എന്നിരുന്നാലും എൻ്റെ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അതും ഞാൻ കൂടെ കൊണ്ടുപോയി. അപ്പോൾ അതനുസരിച്ച് ഞാൻ എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്യുകയും അത്തരത്തിൽ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്തു. പിന്നീട് സാമ്പത്തിക ഞെരുക്കം കാരണം പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അതിന് പ്രകാരം ഞാൻ ബോംബെ പോയി. ബോംബെയിൽ ചെന്നതിന് ശേഷം ഗീവാല ഓഫീസിൽ എനിക്ക് ജിദ്ദ എയർപോർട്ടിലേക്ക് ആർട്ടിസ്റ്റായിട്ട് അഡ്മിഷൻ കിട്ടി. എന്നാൽ ചിക്കൻ ബോക്സ് മൂലം എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. സബ്മിഷനായെങ്കിലും അതിനോടനുബന്ധിച്ച് എൻ്റെ സാമ്പത്തികം അവിടെ കൊടുത്തിരുന്ന അഡ്വാൻസൊക്കെ നഷ്ടപ്പെട്ടു. കാരണം 6 മാസത്തിന് ശേഷമേ വീണ്ടും പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മെഡിക്കൽ ഫിറ്റാവില്ല എന്നവർ പറഞ്ഞതിൻ്റെ പ്രകാരം ഞാൻ തിരിച്ചു പോന്നു, നാട്ടിലേക്ക് വന്നു. പിന്നീട് കുമളിയിൽ വന്നു കഴിഞ്ഞിട്ട് ഭാര്യ ഹൗസിൽ താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. നിരാശയിലും സാമ്പത്തികമായ ഞെരുക്കത്തിലിരിക്കുന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ ബ്രദറിൻ്റെ കൂടെ അരവിന്ദാക്ഷമേനോൻ്റെ ഒരു കൺവെൻഷൻ കൂടാനുള്ള സാഹചര്യം ഉണ്ടായി. ബ്രദർ അരവിന്ദാക്ഷമേനോൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ അതുവരെ കാണാത്ത ഈശോയെ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോഴും വളരെയധികം എനിക്ക് നിരാശ തോന്നി. കാരണം ഇത്രയും കാലം ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് ഒരു അക്രൈസ്തവനിൽ നിന്ന് എനിക്ക് ഈശോയെ അറിയേണ്ടി വന്നല്ലോ എന്നുള്ള ആ സാഹചര്യത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ്. എന്നാലും എനിക്ക് പ്രത്യാശയില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോഴും ജോലിയില്ല, ഭാര്യ വീട്ടിൽ താമസിക്കുന്നു. ആ സാഹചര്യത്തിലാണ് എൻ്റെ 1 വയസ്സായുള്ള ഒരു മകന് വളരെ വിഷമസ്ഥിതിയിലായ ഒരു രോഗം വന്നുപെട്ടത്. അവന് ഹിരണ്യയുടെ രസം ഉണ്ടായിരുന്നു. അപ്പോൾ ധാരാളം വേദന അനുഭവിക്കുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എത്രയും വേഗത്തിൽ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ 1 വയസ്സായുള്ള കുട്ടിക്ക് കത്തി വെക്കുന്നത് എങ്ങനെയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ധ്യാനം കൂടാം, എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്, അത് തീർച്ചയായിട്ടും മാറും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടെന്ന്. എന്നാലും ഭാര്യയ്ക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. വളരെ നിർബന്ധിച്ച് ഞങ്ങൾ 3 പേരും കൂടെ മുരുങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 1996 ധ്യാനം കൂടാനായിട്ട് പോയി. പ്രതീക്ഷയുടെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പാതി വഴിയിൽ ചിതറിത്തെറിച്ച ജീവിത സങ്കല്പങ്ങൾ, അതിനെല്ലാം മീതെ മകൻ്റെ
ഗുരുതരമായ രോഗാവസ്ഥ, അനിശ്ചിതത്വമാകുന്ന തുടർയാത്രക്കിടയിലെ മരവിച്ച ദിനങ്ങളിൽ ആശ്വാസം തേടി മറ്റൊരിടത്തേക്ക് 5 നാൾ ദൈവസന്നിധിയിൽ. അങ്ങനെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി ഞങ്ങൾ ധ്യാനത്തിന് ചേർന്നു. ആദ്യത്തെ ദിവസമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ നിരന്തരമായി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനേക്കാൾ ഉപരി ഈശോയെ വളരെ അധികം അറിയുവാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. വളരെ സന്തോഷം തോന്നി. അസുഖത്തേക്കാൾ ഉപരിയായിട്ട് ഈശോയെ കൂടുതൽ അറിയാൻ സാധിച്ചതിന് സന്തോഷമായിരുന്നു കൂടുതൽ. ധ്യാനത്തിൻ്റെ 4-ാം ദിവസം രോഗസൗഖ്യം വിളിച്ച് പറയുമ്പോൾ മനക്കലച്ചൻ ഇത്തരത്തിൽ പറഞ്ഞു, ടോണി എന്ന കുഞ്ഞിനെ ഈശോ തൊടുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരുന്നു അത്. ഞങ്ങൾ പൂർണ്ണമായും അത് വിശ്വസിച്ചു, അത് ഞങ്ങളുടെ മകനെ തന്നെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും ആരോഗ്യസൗഖ്യം ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഞങ്ങൾ ധ്യാനത്തിൽ മുൻപോട്ട് പങ്കെടുത്തു. ഒത്തിരിയേറെ സന്തോഷം. ഭാര്യ ഇടയ്ക്ക് വെച്ച് കാണുമ്പോഴൊക്കെ വളരെ സന്തോഷമായി, മുഖം വളരെ പ്രകാശിതമായിരുന്നു. ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി. അതുകൊണ്ട് ഞങ്ങൾ ആ ധ്യാനം പൂർണ്ണമായും വളരെ സന്തോഷത്തോടുകൂടി തന്നെ ആ ധ്യാനം പൂർത്തീകരിച്ചു. അതിനുശേഷം ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് കുടുംബത്തിലേക്ക് മടങ്ങി. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കാൻ സാധിച്ചു. കഴിഞ്ഞ കാലത്തെ ആ ദുശീലങ്ങളെല്ലാം പാടെ മാറി. മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുതൽ ലഭിച്ചു. കൂട്ടായ്മകളുമായിട്ട് സഹകരിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അതോടൊപ്പം ഒത്തിരി സുഹൃത്തുക്കളെ, പ്രാർത്ഥനാ അനുഭവമുള്ള കുറേ സുഹൃത്തുക്കൾ ലഭിച്ചു. കഴിഞ്ഞ കാല ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദുശീലങ്ങളിൽ നിന്നും വിടുതൽ ലഭിച്ചു. പ്രത്യേകിച്ച് മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്നൊക്കെ. അത്തരത്തിൽ പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകുമ്പോൾ നല്ല പ്രാർത്ഥന അനുഭവമുള്ള സുഹൃത്തുക്കളുമായിട്ടൊക്കെ പരിചയപ്പെടുവാനും ബന്ധപ്പെടാനും ഒക്കെ സാധിച്ചു. അതിനോടനുബന്ധിച്ച് കട്ടപ്പന KSTയുടെ പ്രാർത്ഥന കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. ഈ സാഹചര്യത്തിലാണ് പള്ളികളിലൊക്കെ ചില ചിത്രങ്ങൾ വരക്കാനായിട്ടുള്ള ആരംഭിച്ചു. അതോടുകൂടി ഏതായാലും ഗൾഫിലേക്കുള്ള യാത്ര വേണ്ട എന്നുള്ള തീരുമാനമെടുത്തു. പള്ളികളിൽ ചെറുതായിട്ട് ചിത്രങ്ങൾ വരച്ച് അങ്ങനെ മുമ്പോട്ട് പോയി. അതോടൊപ്പം സന്തോഷകരമായൊരു ജീവിതം ലഭിച്ചു. കുഞ്ഞുങ്ങൾ വലുതായി, അവരെ നല്ല രീതിയിൽ തന്നെ വളർത്താൻ സാധിച്ചു. അത് ദൈവഭയത്തോടുകൂടി അവരെ വളർത്താൻ സാധിച്ചു. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. ഈ സാഹചര്യത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകാൻ കർത്താവ് കൃപ നൽകി. ഒത്തിരി നാളുകളായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. എന്നാൽ ഒരു ചെറിയ ഭൂമിയും അതിൻ്റെ ഒരു കുടുംബവും ഒരു വീടും, നല്ലൊരു വീടും നൽകി ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ മുമ്പോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ജോലിയിൽ കൂടുതൽ പള്ളികളിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നീട് അതൊരു നല്ലൊരു ബോധ്യത്തിലേക്ക് വന്നു. അതായത് ദൈവം തന്ന വലിയൊരു കൃപയാണ് കല. അതുകൊണ്ട് ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി വേല ചെയ്യാമെന്നുള്ള പൂർണ്ണമായ തീരുമാനത്തോടെ ദേവാലയങ്ങളിലേക്കുള്ള ജോലികൾ ആരംഭിച്ചു. അതിനോട് അനുബന്ധിച്ച് അൾത്താരകളിലും ധ്യാനകേന്ദ്രങ്ങളിലുമൊക്കെ ചിത്രങ്ങൾ വരക്കാനായിട്ടുള്ള വലിയ കൃപ ലഭിച്ചു. കേരളം മുഴുവനും അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് ധ്യാനകേന്ദ്രങ്ങളിലുമൊക്കെ വരക്കാനുള്ള കൃപ ലഭിച്ചു. അത് വലിയൊരു മാറ്റം, എൻ്റെ കുടുംബത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി. സാമ്പത്തികമായി നില മെച്ചപ്പെട്ടു. കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. കുഞ്ഞിന് ജോലി ലഭിച്ചു.
അതുപോലെ തന്നെ മകൾക്ക് വിവാഹം, അവളുടെ ആ ശരിയായ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചയക്കുവാൻ സാധിച്ചു. മനോഹരമായ രീതിയിൽ മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതുകൊണ്ടിട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ, അതോടൊപ്പം തന്നെ ചില ദേവാലയങ്ങൾ, സാമ്പത്തികമായി മെച്ചമില്ലാത്ത ദേവാലയങ്ങളിലൊക്കെ ചെന്ന് അവിടെ ചെന്നിട്ട് ഒരു ശുശ്രൂഷാ മനോഭാവത്തോടെ തന്നെ അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. നിരവധി പ്രാർത്ഥനാ കൂട്ടായ്മകൾ, യുവജനങ്ങൾക്കിടയിലെ പ്രവർത്തനം, കുടുംബത്തിന് തണലായി ഒപ്പം ചേരൽ, പല വഴി അലഞ്ഞു തീരേണ്ട കലാജീവിതം യേശുവിൻ്റെ വെളിച്ചത്തിലേക്ക് ദിശ മാറിയപ്പോൾ ഇരുണ്ട നിറങ്ങളാകെ തേജസ്സുള്ളതായി. പിന്നീട് ചേർത്ത് വെച്ച ഛായങ്ങളാകെ പുതിയ പ്രതലങ്ങളിലാണ് തുടിച്ചു നിന്നത്. നവീകരണ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം ദേവാലയങ്ങളിലൊക്കെ നല്ലപോലെ ജോലി ചെയ്യാൻ ആരംഭിച്ചു. അത്തരം നിങ്ങൾ ജോലി ചെയ്യുമ്പോഴുള്ള സഹനങ്ങളെ അതിജീവിക്കാനായിട്ട് നല്ല പ്രാർത്ഥന അനുഭവം വേണം എന്നുള്ള ബോധ്യം നമുക്ക് ലഭിച്ച് അതോടുകൂടി ആരാധനയും വിശുദ്ധ കുർബാന നിർബന്ധമാക്കുകയൊക്കെ ചെയ്തു. ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ അതിന് വളരെ അനിവാര്യമാണെന്ന് ബോധ്യമായി. പ്രത്യേകിച്ച് ആൾത്താരകളിൽ ജോലി ചെയ്യുമ്പോൾ വിശുദ്ധിയോട് കൂടിയേ വിശുദ്ധമായത് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ള ബോധ്യം. അതുപോലെ തന്നെ അനേകായിരം വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അവർക്ക് നല്ല അനുഭവങ്ങൾ ലഭിക്കണമെങ്കിൽ നല്ല ചിത്രങ്ങളായിരിക്കണം. നല്ല ചിത്രങ്ങൾ ഉണ്ടാകണമെങ്കിൽ നല്ല പ്രാർത്ഥന വേണം എന്നുള്ള ആ ബോധ്യം ലഭിച്ചു. ഇത്തരത്തിൽ മുൻപോട്ട് പോയപ്പോൾ അനേകം ദേവാലയങ്ങളിൽ, പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദേവാലയങ്ങളിലൊക്കെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. അവിടെ ചെല്ലുമ്പോൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് ഞാൻ ഗ്രാമ്പി പള്ളിയിൽ വർക്കിനായിട്ട് ചെന്നപ്പോൾ ഒരു എസ്റ്റേറ്റ് തൊഴിലാളികളാണ് അവിടെയുള്ളത്. അത്തരക്കാർക്ക് വളരെ ചുരുങ്ങിയ വേതനമേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്കൊരു നല്ല ദേവാലയം പണിയാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഈ സാഹചര്യത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർക്ക് ആവശ്യമായ രീതിയിൽ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് ആവശ്യമായ സാമ്പത്തികം കണ്ടെത്താനായിട്ടൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ ജോലിയിലും വളരെ ഔദാര്യമായിട്ട്, പക്ഷേ ഈ കലാകാരന്മാരൊക്കെ അവരുടെ ആ പഠന സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു ധാരണയില്ലാതെ കൂലി പറയുന്നൊരു സ്വഭാവമാണ് അവർക്കുള്ളത്. വാസ്തവത്തിൽ വല്ല കാലത്തുമൊക്കെ ഈ ആർട്ടിസ്റ്റുകൾക്ക് ജോലി ഉണ്ടാകാറുള്ളൂ. കിട്ടുന്ന ജോലി നല്ലപോലെ തുക മേടിക്കുകയാണ് അവരുടെ പതിവ്. അപ്പോൾ അത്തരക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ന്യായമായ കൂലി വാങ്ങാനും പള്ളിക്ക് ആവശ്യമായ വേതനം, പ്രത്യേകിച്ച് ഈശോ എനിക്ക് ദാനമായി തന്ന ആ വലിയ കഴിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യണമെന്നുള്ള നല്ലൊരു ബോധ്യത്തിലേക്ക് കടന്നു വന്നതിനാൽ വളരെ ഉദാരമായ രീതിയിൽ ദേവാലയങ്ങളിലൊക്കെ വർക്ക് ചെയ്തു. അവരെ എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ടും എല്ലാം മറ്റുള്ളവരിൽ നിന്ന് സഹായം മേടിച്ച് അവർക്ക് കൊടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഇത്തരത്തിൽ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും ആ പ്രാർത്ഥനാ ജീവിതത്തിൽ പിന്മാറാതിരിക്കാനായിട്ടുള്ള ആ വലിയ കൃപ കിട്ടി. അതായത് ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ KST ആയിട്ടൊക്കെ ബന്ധപ്പെട്ടും കൂട്ടായ്മകളായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ മുമ്പോട്ട് പോകാൻ സാധിച്ചു. അതുപോലെ ധ്യാന ടീമുകളായിട്ടൊക്കെ പരിചയപ്പെട്ടു. അവർ വഴിയായിട്ടൊക്കെ പല സ്ഥലങ്ങളിലും ജോലിയും ലഭിച്ചു. അത്തരത്തിൽ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും വിശുദ്ധ ബലിയായിട്ടൊക്കെ മുന്നോട്ട് പോയി. ഇങ്ങനെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ, ജോലിയുമായിട്ട് യാത്ര ചെയ്യുന്ന അവസരത്തിലാണ് എനിക്ക് തമ്പുരാൻ്റെ ആ വലിയ കൃപ, അതായത് എനിക്ക് ദാനമായി കിട്ടിയ ഒരു കഴിവാണ് വരക്കാനുള്ളത്. അപ്പം മക്കളൊക്കെ പ്രായപൂർത്തിയായി, അവർ സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ടു. എന്നാൽ ഇനി കർത്താവിന് വേണ്ടി വേല ചെയ്യാമെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി ജോലിയിലേക്ക് കടന്നു വരികയും വളരെ ശക്തമായ പ്രാർത്ഥന, അതായത് രാത്രിയൊക്കെ 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ആത്മീയമായ വലിയ ഉണർവ് ലഭിക്കുകയും വരക്കാനുള്ള ചിത്രങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ദർശനമായിട്ടോ ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വരച്ച ചിത്രങ്ങളുണ്ട്.
ഞാൻ ഞാൻ അത്ഭുതപ്പെട്ട ഒരു സംഭവമുണ്ട്. ഞാൻ വരച്ച, അതായത് വിഷ്വലൈസ് ചെയ്ത് തമ്പുരാൻ വെളിപ്പെടുത്തി തന്ന, അല്ലെങ്കിൽ ഒരു ചിന്തയിലൂടെ എനിക്ക് കിട്ടിയ ആ ചിത്രങ്ങൾ ഞാൻ വരച്ചതിന് ശേഷം മറ്റ് സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ അതുപോലുള്ള ചിത്രങ്ങൾ കാണാനുള്ള സാഹചര്യങ്ങളുണ്ടായി. അതെന്നെ വലിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയി. കാരണം ഒരുപക്ഷെ എൻ്റെ കഴിവല്ല, അത് ഒരു ആത്മീയമായ ഉണർവിലൂടെ എനിക്ക് ലഭിച്ചതും ആത്മാവ് തന്നെയാണ് അത് നയിക്കുന്നതെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് എനിക്ക് വരാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാനും, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടിയത് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. മധ്യസ്ഥ പ്രാർത്ഥന, പേഴ്സണൽ പ്രെയർ, അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന, വിശുദ്ധ കുർബാന, യോഗ്യതയുടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഈ ബോധ്യങ്ങളിലേക്ക് വന്നതുകൊണ്ട് പിന്നീട് കൂടുതൽ ദേവാലയങ്ങളിൽ ജോലി ചെയ്യാനുള്ള വലിയ കൃപ ലഭിച്ചു. അത്തരത്തിൽ ഈ അൾത്താരകളിൽ പിന്നെ തുടർന്ന് അൾത്താരകൾ തന്നെയായി എൻ്റെ വർക്കുകൾ. അപ്പോൾ പ്രാർത്ഥനയും ഈ ജോലിയുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു. മക്കൾക്കും അതുപോലെ തന്നെ എന്നോട് ബന്ധപ്പെട്ട ആൾക്കാരിലോടൊക്കെ എനിക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കാനും, അങ്ങനെ പങ്കുവെക്കുന്ന വഴി അവരിലേക്കൊക്കെ അവരെ ആത്മാക്കളെ, ചിലവരെയൊക്കെ ആത്മീയമായി നേടാനുള്ള വലിയ കൃപ ലഭിക്കുകയുണ്ടായി. ദേവാലയങ്ങളിലൊക്കെ ജോലി ആരംഭിച്ചതിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലൊക്കെ ജോലി ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് ലഭിച്ചു. അതിലൊന്ന് ബാംഗ്ലൂർ CST റീട്രീറ്റ് സെൻ്ററിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അഞ്ഞൂർ ഡിപ്പോ ബാംഗ്ലൂരിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു കീഴിലുള്ള ദേവാലയത്തിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ കേരളത്തിലെ പല പ്രമുഖ ദേവാലയങ്ങളിലും, പ്രത്യേകിച്ച് മൈനർ സെമിനാരിയിൽ, കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മൈനർ സെമിനാരിയിലും, അതുപോലെ തന്നെ വിജയപുരം രൂപതയിലൊക്കെ ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. ഏകദേശം ഒരു 40ഓളം ദേവാലയങ്ങളിലും ഇതര സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാൻ സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. എൻ്റെ കഴിഞ്ഞകാല ജീവിതം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഇതിന് അർഹനല്ല. തമ്പുരാൻ എന്നോട് കാണിച്ച വലിയ കൃപയ്ക്ക് ഞാൻ എന്നും നന്ദിയുള്ളവനായി ഇപ്പോഴും. വിശുദ്ധ സ്ഥലങ്ങളിലെ ഛായാചിത്രങ്ങൾ, അൾത്താരകൾ, രൂപങ്ങൾ, മന്ദിരങ്ങൾ, വൈവിധ്യമാർന്ന 100 കണക്കിന് അവതരണങ്ങൾ, ആശ്വാസം തേടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവരോട് വികാരപരമായി സംവദിക്കുന്ന സൃഷ്ടികൾ, തൻ്റെ വിരലുകളിലും ചിന്തകളിലും കർത്താവ് കൂട്ടുകൂടിയപ്പോൾ സംജാതമായ രൂപാന്തരപ്പെടലുകളുടെ സാക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണ് ഇവിടെ ദൃശ്യമാകുന്നത്. ഈശോ എൻ്റെ ഹൃദയത്തിൽ പിറന്നതിന് ശേഷം എന്നിൽ വലിയ മാറ്റം സംഭവിച്ചു. ഏറെ വിശ്വാസത്തോടെ തന്നെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അനേകം ദേവാലയങ്ങളിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടായി. അതിൽ വളരെ പ്രധാനമായിട്ട് ചില സംഭവങ്ങളൊക്കെ എനിക്കുണ്ടായി. ഞാൻ ബാംഗ്ലൂർ ഡിവൈൻ ധ്യാനേന്ദ്രത്തിൽ ജോലി ചെയ്യുമ്പോൾ
അതിൻ്റെ മദ്യപാനശീലവും പുകവലിയും ഒക്കെ തീർത്തും ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അത് വലിക്കുമ്പോഴുണ്ടായിരുന്ന അസ്വസ്ഥതകളിൽ നിന്ന് അത് പൂർണ്ണമായിട്ടും എനിക്ക് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു. അതിൽ നിന്ന് പല കാര്യങ്ങളും എനിക്ക് ബോധ്യമായി. ഈ വിശുദ്ധമായത് ചെയ്യുമ്പോൾ വിശുദ്ധിയിലൂടെ ആയിരിക്കണം എന്നുള്ളത്. അനേകം മക്കൾ വന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് അനുഗ്രഹങ്ങളും പ്രാപിക്കാനുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധമായി തന്നെ അൾത്താരകളിൽ ജോലി ചെയ്യണമെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് എനിക്ക് കടന്നു വരാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിനെ പാടെ മാറ്റിക്കൊണ്ട് പ്രാർത്ഥനാപരമായിട്ടുള്ളൊരു ജീവിതം തന്നെ നയിക്കുവാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു. പല സ്ഥലങ്ങളിലും ദൈവത്തെ മുഖാമുഖം കാണാനും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുമുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി നല്ല അനുഭവങ്ങൾ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള സാഹചര്യം ഉണ്ടായി. അതിൽ പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഞാൻ വരച്ച ചിത്രങ്ങൾ ഒരുപക്ഷെ ഞാൻ പുതുതായി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ ഇരട്ടയാറ് ദേവാലയത്തിൽ ഒരു ചിത്രം വരയ്ക്കുകയുണ്ടായി. ആ ചിത്രം ഇങ്ങനെ തോമാസ് ലീഹ ഈശോയുടെ വിലാപിൽ കൈയിടുന്നതിന് പകരം എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈശോയെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ അവിടെ വരച്ചത് അൾത്താരയിൽ. അതേ ചിത്രം തന്നെ ഞാൻ ഒരിക്കൽ സാന്തോം ചർച്ചിൽ ചെന്നപ്പോൾ, മദ്രാസിലെ സാന്തോം ചർച്ചിൽ ചെന്നപ്പോൾ അവിടെയും അതുപോലത്തെ ഒരു സ്റ്റാച്ചു കാണാൻ സാധിച്ചു. അതിൽ നിന്ന് എനിക്കൊരു കാര്യം ബോധ്യമായി. ഇത് എൻ്റെ കഴിവല്ല, അല്ലെങ്കിൽ ഇത് ഞാനല്ല, എന്നിൽ പ്രവർത്തിക്കുന്ന മറ്റൊരാളാണ്, പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പൂർണ്ണ ബോധ്യം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധിയോടുകൂടി തന്നെ ആ ചിത്രങ്ങൾ വരക്കാനും പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകാനുള്ള തീരുമാനങ്ങളെടുത്ത് ഒത്തിരി ദേവാലയങ്ങളിൽ നല്ല നല്ല അനുഭവങ്ങൾ എനിക്ക് ലഭിച്ചു. വളരെ സന്തോഷകരമായൊരു ജീവിതം ഞാനിപ്പോൾ നയിക്കുന്നു. എനിക്ക് വളരെ പ്രത്യാശയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ നിരാശകളെല്ലാം തന്നെ മാറി വളരെ പ്രത്യാശയോടെ തന്നെ ഇനി അനേകം ദേവാലയങ്ങളിൽ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുവാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു.